എല്ലാം ഫിഗറും ഫാക്റ്റും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. ഇപ്പോൾ നിരന്തരം ഗില്ലിന് അവസരം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളത് ഗില്ലിൻ്റെയും സഞ്ജുവിൻ്റെയും എല്ലാം കണക്കെടുത്തുകൊണ്ടാണ്. പന്തിന് ആദ്യം കുറച്ച് മുന്നേ പന്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത കൊടുത്ത സമയത്ത് പന്തിൻ്റെ സ്റ്റാറ്റും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കണക്ക് പറയാറുള്ളത്. ഇപ്പോൾ ആ കണക്കിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 15 ഇന്നിങ്സുകൾ ഇന്ത്യൻ ടോപ്പ് ഓർഡർ ബാറ്റർമാരുടെ ഇന്നിങ്സുകൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും മോശം സ്റ്റാറ്റ് ഉള്ളത് ഇപ്പോൾ സഞ്ജുവിനാണ്. കഴിഞ്ഞ 15 T20 ഇന്നിങ്സിൽ 293 റൺസാണ് സഞ്ജുവിൻ്റെ സമ്പാദ്യം. അതിനേക്കാൾ റൺസ് ഗില്ലിനുണ്ട്, അതിനേക്കാൾ ആവറേജ് ഗില്ലിനുണ്ട്, അതിനേക്കാൾ സ്ട്രൈക്ക് റേറ്റ് ഗില്ലിനുണ്ട്. അതിൻ്റെ സഞ്ജുവിനേക്കാൾ ഏകദേശം 200 റൺസിന് മുകളിലെടുത്തിട്ടുണ്ട് യശസ്വി ജയ്സ്വാൾ. അപ്പോൾ സ്റ്റാറ്റ് മൊത്തം നോക്കുമ്പോൾ ആ രീതിയിലുള്ള പരിഗണന കൂടി വരുന്ന സാഹചര്യമാകുമ്പോൾ സഞ്ജുവിന് അത് ഇത്തിരി റിസ്ക് ഫാക്ടർ തന്നെയാണ്. മാത്രമല്ല കഴിഞ്ഞ 15 മത്സരങ്ങളിൽ ഒരു 50 മാത്രമാണ് സഞ്ജു നേടിയത് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് വലിയ വിഷമം. അതിനേക്കാൾ ഉപരി നേരത്തെ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ച പോലെ തന്നെ സഞ്ജു പുറത്താകുന്ന രീതികളാണ് അതിനേക്കാൾ നമുക്ക് വിഷമമുള്ളതും ഒരു ഭയമുള്ള സാധനവും. കാരണം ഈ അഭിഷേക് കഴിഞ്ഞ 2 മത്സരത്തിലും ഇപ്പോൾ ഇന്നാണെങ്കിലും 0-0 അത് ഗോൾഡൻ ഡക്കായി മടങ്ങുന്നു. പക്ഷേ അദ്ദേഹം മടങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല, കൂളായിട്ട് പോകുന്നു. അഭിഷേകിന് കൂളായിട്ട് പോകും. നേരത്തെ ആര് സൂചിപ്പിച്ച പോലെ തന്നെ വേൾഡ് കപ്പിൽ ഇതാണ് ഉറപ്പാണ്. എന്നാൽ പോലും പക്ഷേ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഗുണം കൂടി അതിനകത്തുണ്ട്. അദ്ദേഹം അത് അമിത നിരാശയൊന്നും കാണിക്കില്ല. കുഴപ്പമില്ല, അടുത്ത മാച്ച് കണ്ടത്തില്ലേ, ഞാൻ അതിൽ കളിക്കുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് അദ്ദേഹം നടന്നു പോകുന്നത്. പക്ഷേ സഞ്ജുവിൻ്റെ അതല്ല. ഇപ്പോൾ വിക്കറ്റുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ 2 മത്സരത്തിൽ അദ്ദേഹം ബൗൾഡാണ്. ആ 2 ബൗൾഡും വരുന്നത് ബാക്ക് ഫുട്ടിൽ കളിച്ചിട്ടാണ് അദ്ദേഹത്തിന് വിക്കറ്റ് നഷ്ടമാകുന്നത്. ഒരു തരത്തിൽ പോലും ബോളർ പിക്ക് ചെയ്യാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നില്ല. ഒപ്പം തന്നെ ഈ ഒരു സീരീസിൽ തന്നെ ആകെപ്പോൾ 4 മത്സരത്തിൽ നമുക്കറിയാം അതിന് തൊട്ട് മുമ്പ് 16 റൺസായിരുന്നു ആകെ സമ്പാദ്യം. ഇന്ന് ഒരു പ്രതീക്ഷ നൽകുന്ന തുടക്കം കിട്ടിയിട്ട് പോലും പക്ഷേ 3 ബൗണ്ടറി ഒരു 6 അടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരുപാട് ഒരു ലക്ക് ഫാക്ടറുകൾ വരെ വന്നിരുന്നു. ഒരു ക്യാച്ച് സാനർക്ക് ഏകദേശം പിടിച്ചു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് അത് ബൗണ്ടറി വരുന്നത്, ഫസ്റ്റ് ബൗണ്ടറി വരുന്നത്. പിന്നെ ഒരു 6 അടിച്ചെങ്കിൽ പോലും ഒരു കംപ്ലീറ്റ് ട്രാക്കിലേക്ക് സഞ്ജുവിൻ്റെ ഒരു ട്രാക്കിലേക്കുള്ളൊരു പെർഫോമൻസ് സ്കോർ ബോർഡിൽ 20+ സ്കോർ ഉണ്ടെങ്കിൽ പോലും സഞ്ജുവിൻ്റെ ഒരു യഥാർത്ഥ ട്രാക്കിലേക്ക് അത് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല അതും തീരെ കോൺഫിഡൻസ് ഇല്ലാതെ തന്നെയാണ് കളിച്ചത്. അത് തീർച്ചയായിട്ടും ഒരു ഭാവിയിൽ സഞ്ജുവിന് അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും. നേരത്തെ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ച പോലെ തന്നെ തൻ്റെ പിഴവ് എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് നമുക്ക്